ഉണ്ടല്ലോ, ഇതുപോലെ എക്സാം റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഹായ് ഹലോ, ഇറ്റ്സ് മീ അവനിജ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, ഒരു എക്സാം ടിപ്പ് എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് എക്സാംസൊക്കെ എഴുതിയല്ലോ, ഈ 7th വരെയുള്ള എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ പറയുന്ന കാര്യം ഈ വീഡിയോ നമ്മളൊരു ബന്ധമില്ല, കാരണം വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ തെറ്റാണ് കേട്ടോ അത്. ഇപ്പോൾ ടിപ്പ് നമ്പർ 7 ആണ് ഫ്ലാഷ് കാർഡ്സ്. ഫ്ലാഷ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ കുറേ പേര് കേട്ടിട്ടുണ്ടാവും കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഫ്ലാഷ് കാർഡ്സ് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളൊരു പേപ്പർ എടുക്കുക. അപ്പോൾ ഞാനൊരു ലൈനുള്ള ബുക്കിൻ്റെ പേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കുക. അതിന് ശേഷം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനത് 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പീസ് ഞാൻ എടുത്തു. ടിപ്പ് നമ്പർ 1, എക്സാം റൈറ്റ് നീറ്റ്ലി. സോ നമ്മൾ നീറ്റായിട്ട് എക്സാം ചെയ്യുന്ന സമയത്ത് ടീച്ചർക്ക് തോന്നും, നല്ല പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു, മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 2-3 മാർക്ക് എക്സ്ട്രാ നമുക്ക് ഇട്ട് തരും. ഇതിനകത്തല്ലേ ചറ പറയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നില്ലേ, അതുപോലെയാണ് ചെയ്തിട്ടില്ലെങ്കിൽ ടീച്ചർ മാർക്ക് കട്ടാക്കും കേട്ടോ. ഇല്ല മാർക്കും കൂടി പോവും. ഞാൻ വേണമെങ്കിൽ തന്നെ എക്സാമ്പിളൊക്കെ കാണിച്ചു തരാം. ഈ 2 വെച്ച് നോക്കുമ്പോൾ ഏതിലാണ് കൂടുതൽ മാർക്ക് കിട്ടുക? നിങ്ങൾ തന്നെ പറയണം ഗൈസ്. ലുക്ക് അറ്റ് ദിസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരു സാധനമാണ്. ഞാനിപ്പോൾ 5 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 3 ചാപ്റ്റർ ബൈ ഹാർട്ട് പഠിക്കും, ബാക്കി 2 ചാപ്റ്റർ ഉഴപ്പും. ബാക്കി 2 ചാപ്റ്റേഴ്സ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് പഠിക്കുക. അപ്പോൾ അതിലായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക. ബാക്കി 3 ചാപ്റ്റേഴ്സിൽ എനിക്ക് മാർക്ക് കുറവായിരിക്കും കേട്ടോ. ഇതാണ് കേട്ടോ അതിൽ വരുന്ന ഏറ്റവും വലിയ ട്വിസ്റ്റ്. ചില സമയത്ത് ഞാൻ പോലും എക്സ്പെക്റ്റ് ചെയ്യാറില്ല എന്തായിരുന്നു മാർക്ക് കുറഞ്ഞത്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ ഇത് ബൈ ഹാർട്ട് പഠിച്ചിട്ട് എൻ്റെ ഓർമ്മ ഇതൊക്കെ പറയാമെന്ന് അല്ല, ഞാൻ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡയറിയിൽ. ഉണ്ടോ, ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാനിങ്ങനെ ഓർത്ത് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ച് പറയും. അതുകൊണ്ടാണ് ഞാൻ നോട്ട് ചെയ്തിട്ട് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് വരുന്നത് ടിപ്പ് നമ്പർ 3, ഫോക്കസ് ഓൺ എനർജി മാനേജ്മെൻറ്റ്. അപ്പോൾ പവർ നാപ്പ് നമുക്ക് കുറേ പേര് കേട്ടിട്ടുണ്ടാവില്ലേ, അതുപോലെ ഒന്നാണ് പൊമഡോറോ മെത്തേഡ്. പൊമഡോറോ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ 25 മിനിറ്റ്സ് സ്റ്റഡിയിങ് ടൈമും 5 മിനിറ്റ്സ് റെസ്റ്റുമാണ് കേട്ടോ. നമ്മൾ 25 മിനിറ്റ്സ് കണ്ടിന്യൂസ് പഠിക്കുക, അതിനൊരു 5 മിനിറ്റ്സ് ഒന്ന് റിലാക്സ് ചെയ്ത് കൂൾ ചെയ്തിട്ട് മനസ്സ് അങ്ങനെ കൂളായിട്ട് വിടാം. ഈ കൂൾ ടൈം എന്ന് വെച്ചാൽ റീലെടുത്ത് സ്ക്രോൾ ചെയ്തിട്ട് പോകുന്നതല്ല. നമ്മൾ എന്ത് പഠിച്ചു, ഇപ്പോൾ എന്താണ് പഠിക്കേണ്ടത്, എപ്പോൾ തീരും, അങ്ങനെയൊക്കെ അടിച്ച് ടെൻഷൻ അടിക്കാനായിട്ടോ. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാൻ കേട്ടോ ഈ 5 മിനിറ്റ്സ്. ഈ നെക്സ്റ്റ് മെത്തേഡാണ് വരുന്നത് ടൈം മാനേജ്മെൻറ്റ്. എക്സാം ടൈമിൽ ടൈം എങ്ങനെ മാനേജ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഇത് പഠിക്കുന്നത്. എന്ന് വെച്ചാൽ 5 മിനിറ്റ്സ് ക്വസ്റ്റ്യൻ നല്ല ഇതിൽ റീഡ് വെച്ചാൽ വെറുതെ റെഡി ചെയ്യുന്നത് മനസ്സിലാക്കി വായിക്കാം. അല്ലാതെ ഫസ്റ്റ് തന്നെ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ടൈം കിട്ടില്ല, ഇതെന്താ ചെയ്യണ്ടേ എന്നൊക്കെ ഒരു ഇതുണ്ടാവില്ല. അതൊക്കെ തെറ്റുത്തരൊക്കെ എഴുതി വെക്കും. അപ്പോൾ ഫസ്റ്റ് നല്ല ഇതിൽ 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് നല്ല ഇതിൽ ക്വസ്റ്റ്യൻ വായിക്കുക, പിന്നെ എഴുതാൻ തുടങ്ങുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ കുറേ ടൈമൊക്കെ കിട്ടും ഗായ്സ്. അപ്പോൾ എക്സാം ടൈമിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന സാധനമാണ് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ വീട്ടിൽ തന്നെ ക്വസ്റ്റ്യനൊക്കെ വായിച്ച് എഴുതി പ്രാക്ടീസ് ചെയ്യണം. നല്ല ടൈം മാനേജ്മെൻറ്റ് നമുക്കൊരു എന്താ പറയുക, സ്കൂളിൽ എക്സാം ചെയ്യുന്ന സമയത്ത് ഓക്കെ ആവും. ടിപ്പ് നമ്പർ 5, സ്റ്റഡി ടൈമിംഗ് എന്ന് വെച്ചാൽ പൊമഡോറോ മെത്തേഡായിട്ട് എന്താ പറയുക, ഒരു ബന്ധമുണ്ട് രണ്ടിനും. പൊമഡോറോ മെത്തേഡ് 25 മിനിറ്റ്സ് പഠിച്ചിട്ട് 5 മിനിറ്റ്സ് റെസ്റ്റ് അല്ലേ. ഈ സ്റ്റഡി ടൈമിംഗ് അങ്ങനെയല്ല, നമുക്ക് പഠിക്കാൻ തോന്നുന്ന സമയത്ത് പഠിക്കണം എന്ന തോന്നലില്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ 10 മിനിറ്റ് ഒന്ന് ആലോചിക്കുക എന്ത് ചെയ്യണം ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുക. പിന്നെ 10 മിനിറ്റിന് ശേഷം നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങളെ മൈൻഡൊക്കെ ഒന്ന് കൂള് റിലാക്സൊക്കെ ആവുമല്ലോ. ആ സമയത്ത് നമുക്ക് പഠിക്കണം എന്നുള്ളൊരു മെൻ്റൽ പ്രിപ്പയറിങ് നടക്കണം എന്താ പറയുക ബ്രെയിനിൽ.
ഇപ്പം ഞാൻ ക്ലാസ് നോക്കുന്ന സമയത്തൊക്കെ റീൽസ് നോക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇത് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ഞാൻ ക്ലാസ് കാണാറുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങളും ചെയ്യണം, ഒരിക്കലും റീൽസ് കാണരുത് കേട്ടോ. ടിപ്പ് നമ്പർ 6 ആണ് കേട്ടോ, ഹൗ ടു സ്റ്റഡി എക്സാം പോർഷൻസ്. നമ്മൾ ഫസ്റ്റ് തന്നെ ടഫ് പോർഷൻസ് പഠിക്കാം, അതിന് ശേഷം ഈസി പോർഷൻസ് പഠിക്കാം കേട്ടോ. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് ഈസി പോർഷൻസ് ഫസ്റ്റ് പഠിച്ചിട്ട് പിന്നെ ടഫ് പോർഷൻസ് പഠിക്കാതെ, അത്രയും ടൈം കിട്ടുമല്ലോ. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടതില്ലേ ടഫ് പോർഷൻസ് ആണ്. ഈസി പോർഷൻസ് പഠിക്കുന്ന ടൈമിൽ ടഫ് പോർഷൻസ് പഠിച്ചാൽ ലാസ്റ്റ് ഈസി പോർഷൻസ് പഠിക്കാൻ കുറേ സമയമുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടഫ് പോർഷൻസ് പഠിക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 7 ആണ് ഫ്ലാഷ് കാർഡ്സ്. ഫ്ലാഷ് കാർഡ്സ് തന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ് കേട്ടോ. ഇപ്പോൾ ബസ്സിലൊക്കെ പോകുന്നതാണെങ്കിൽ ഫ്ലാഷ് കാർഡ്സ് നല്ലോണം ഹെൽപ്പ് ചെയ്യും. നമുക്ക് പറഞ്ഞു തരാമല്ല, കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഇതാ ഒരു പേപ്പർ എടുക്കുക. നിങ്ങൾ ഒരു വരയിട്ട പേപ്പറോ ഇല്ലാത്ത പേപ്പറോ, ഞാനൊരു ബുക്കിൻ്റെ പേജാണ് എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള പേപ്പർ എടുക്കുക, ഇഷ്ടമുള്ള സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്, അതിൽ 1 പീസ് ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കാണാം കേട്ടോ ഇതങ്ങനെ ചെയ്യുന്നതെന്ന്. എന്താ ഗൈസ്, ഈ പീസ് നമ്മളിതാ ഇങ്ങനെ എടുത്ത് എന്നിട്ട് എൻ്റെ ഫ്രണ്ടിൽ ക്വസ്റ്റ്യൻ എഴുതി കൊടുക്കുക. ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനാണോ വേണ്ടത് ആ ക്വസ്റ്റ്യൻ അവിടെ എഴുതി കൊടുക്കുക. അക്ഷരമൊക്കെ കൊള്ളാകുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ബാക്ക് പോർഷനിൽ ആൻസർ, അവിടെ എന്താ ആൻസറാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ടീച്ചർ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ പറഞ്ഞിട്ട് പറഞ്ഞ് നോക്കാം. അങ്ങനെയാണ് കേട്ടോ ഈ സാധനം ഫ്ലാഷ് കാർഡ്. അപ്പോൾ ഗൈസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പായ 8 ടിപ്പാണ് കേട്ടോ. ഇത് റൂളാണ്, 5, 3, 2, 1 റൂൾ. ഇപ്പോൾ ഈ റൂൾ എന്താണെന്ന് വെച്ചാൽ 5 സെക്കൻഡ് റൂൾ എന്നൊക്കെ പറയുന്ന, ഇപ്പോൾ കൗണ്ട് ഡൗൺ ഇല്ലേ, കൗണ്ട് ഡൗൺ ISROയിൽ റോക്കറ്റൊക്കെ പോകുന്ന സമയത്ത് 10, 9, 8 അങ്ങനെ പറയുന്ന സമയത്ത് 1 ആകുന്ന സമയത്ത് അവരടുത്ത് പോകുമല്ലോ. അതവർ സ്റ്റാർട്ടിങ് കൗണ്ടാണ്, അവിടെ എത്തുമ്പോൾ അവർ പൊയ്ക്കോണം. അത് അവർ എത്ര ടെൻഷനിലാണെങ്കിലും അത് പൊയ്ക്കോണം. അതുപോലെയാണ് ഈ ഒരു 5 സെക്കൻഡ് റൂള്. ഇതിന് പ്രൊക്രാനിസേഷൻ എന്നൊക്കെ പറയും. പ്രൊക്രാനിസേഷൻ ഇപ്പോൾ ISROക്കെ വിക്ഷേപിക്കുന്നതൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒന്നാണ് കേട്ടോ. എനിക്ക് പറഞ്ഞല്ലേ, ഇതൊക്കെ മറന്നുപോയി. അപ്പോൾ 5, 4, 3, 2, 1 ആകുമ്പോഴേക്ക് നമ്മൾ എത്ര ഇതായിരുന്നാലും മെൻ്റലി പ്രിപ്പയർ ചെയ്യണം. എൻഡ് ഓഫ് 1 സ്റ്റാർട്ട് സ്റ്റഡി. 1 ആകുമ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരിക്കണം. അത് എന്ത് ഇതായാലും നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ മൈൻഡിലിങ്ങനെ പ്രിപ്പയർ ചെയ്ത് എങ്ങനെയെങ്കിലും നിങ്ങൾ കൊണ്ടുവരാം, പഠിക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇതാണ് 5 സെക്കൻഡ് റൂൾ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.